സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൻ്റെ രഹസ്യം പണത്തിൻ്റെ ഒഴുക്ക്, അതായത് ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കുന്നതിലാണ്. ഞാനതൊടുവിൽ മനസ്സിലാക്കി. വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമായി തോന്നി എനിക്കിത്. കടത്തെ വരുമാനമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇത് പലർക്കും വിഡിതമായി തോന്നി. പക്ഷേ ആസ്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന എല്ലാവർക്കും ഇത് തികച്ചും ശരിയായിരുന്നു. ഭൂരിഭാഗം ആളുകളും കടത്തെ പൂർണ്ണമായും നെഗറ്റീവായി കാണുന്നു, ഒരു ഭാരമായി കാണുന്നു, എത്രയും പെട്ടെന്ന് തീർക്കേണ്ട ഒരു പ്രശ്നമായി കാണുന്നു. പക്ഷേ പണത്തിൻ്റെ യഥാർത്ഥ കളി തുടങ്ങുന്നത് നിങ്ങൾ ക്രെഡിറ്റിനെ ഒരു ചങ്ങലയായിട്ടല്ല, മറിച്ച് ഒരു ഉത്തോലകമായിട്ട്, അതായത് ലിവറായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുമ്പോഴാണ്. ഇത് ബാങ്കിൻ്റെ പണം ഉപയോഗിച്ച് എല്ലാ മാസവും നിങ്ങൾക്ക് പണം തരുന്ന ആസ്തികൾ നിർമ്മിക്കുന്നതും അതേ പണം ഉപയോഗിച്ച് നിങ്ങളുടെ വിഭവങ്ങളെ ഇല്ലാതാക്കുന്ന ബാധ്യതകൾ വാങ്ങുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. കടം ശത്രുവല്ല, കടം നമ്മുടെ ശത്രുവല്ല. അതിന് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചുള്ള അജ്ഞതയാണ് നമ്മെ കടം ശത്രുവാക്കി മാറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഈ ആശയം പ്രയോഗിച്ചത് ഞാൻ പൂർണ്ണമായി ഓർക്കുന്നു. എൻ്റെ കയ്യിൽ അധികം പണമില്ലായിരുന്നു, പക്ഷേ എനിക്കൊരു വ്യക്തമായ ആശയമുണ്ടായിരുന്നു. എനിക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഒരു ചെറിയ വസ്തു വാങ്ങണമായിരുന്നു. ഞാൻ കടം വാങ്ങി, ഒരു സാധാരണ വസ്തുവിൽ നിക്ഷേപിച്ചു. അത്ര ഗംഭീരമായിരുന്നില്ല. എല്ലാ ബില്ലുകളും അടച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ മാസവും ഏകദേശം $2000 മിച്ചം വരുമായിരുന്നു. പലർക്കും ഈ തുക ചെറുതായി തോന്നി, ഏതാണ്ട് നിസ്സാരമായി തോന്നി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നാഴികക്കല്ലായിരുന്നു. ആദ്യമായിട്ടായിരുന്നു പണം എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ മണിക്കൂറുകൾ വിൽക്കാതെ എനിക്ക് വരുമാനം ലഭിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ആ പണത്തിൻ്റെ ഒഴുക്ക് ഏത് ഡിഗ്രിയേക്കാളും മൂല്യമുള്ളതാണെന്നുള്ള അറിവ് എന്നതിൽ ജീവിക്കുന്നതിന് തെളിവായിരുന്നു. കടം സ്വാഭാവികമായും മോശമാണെന്നുള്ള മാനസികാവസ്ഥയിൽ ഞാൻ ഇനി കുടുങ്ങിയില്ല. ഞാൻ ഒരു ബാധ്യതയെ ആസ്തിയാക്കി മാറ്റി. ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് നിക്ഷേപിക്കാൻ തുടങ്ങാൻ നിങ്ങൾക്ക് ഒരുപാട് മൂലധനം വേണമെന്നാണ്. പക്ഷേ ഇതാണ് സാമ്പത്തിക വ്യവസ്ഥ നിലനിർത്തുന്ന ഏറ്റവും വലിയ നുണകളിലൊന്ന്. പണത്തിൻ്റെ വലുപ്പമല്ല പ്രധാനം, തന്ത്രത്തിൻ്റെ വലുപ്പമാണ്. എൻ്റെ ഭാര്യ കിം അവളുടെ ആദ്യത്തെ വസ്തു വാങ്ങിയപ്പോൾ പലരും അവളെ ഭ്രാന്തി എന്ന് വിളിച്ചു. അത് ഏകദേശം $500 നിക്ഷേപമായിരുന്നു. ആ സമയത്ത് അവർക്കത് അപ്രാപ്യമായി തോന്നിയിരുന്നു. പക്ഷേ അവൾ വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നെന്ന് ചെയ്തു. അവൾ പണത്തിൻ്റെ ഒഴുക്കിനെക്കുറിച്ച് പഠിച്ചു, വരുമാനത്തെക്കുറിച്ച് മനസ്സിലാക്കി, അപകട സാധ്യതകളെ വിശകലനം ചെയ്തു, ഭയത്തിന് പകരം സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു. ഫലം ഇതായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ അവൾ എല്ലാ ചിലവുകളും കഴിഞ്ഞ് വരുമാനമുണ്ടാക്കാൻ തുടങ്ങി. ഇന്ന് അവരുടെ കയ്യിൽ ഡസൻ കണക്കിന് വസ്തുക്കളുണ്ട്. അവയെല്ലാം അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അവർ ഉറങ്ങുമ്പോഴും വരുമാനം ഉണ്ടാകുന്നു. ഇതാണ് സ്വാതന്ത്ര്യം. ഇതാണ് കടം ഉപയോഗിച്ച് ആസ്തി നിർമ്മിക്കുന്നതിൻ്റെ ശക്തി. ആളുകൾ പലപ്പോഴും ഈ ഒരു ആശയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് എല്ലാ കടങ്ങളും തീർക്കണമെന്ന്. അതുകൊണ്ടാണ് അവർ നിശ്ചലരായി നിൽക്കുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല, 2 തരം കടങ്ങളുണ്ട്. ഒന്ന് നിങ്ങളെ അടിമയാക്കുന്നത്, മറ്റൊന്ന് നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത്. മോശം കടമെന്നാൽ എല്ലാ മാസവും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നതാണ്. ഉദാഹരണത്തിന് കാർ ലോൺ, മൊബൈൽ ഫോണിനുള്ള തവണകൾ, അല്ലെങ്കിൽ ഉപഭോഗത്തിനായിട്ടുള്ള കടം. മറുവശത്ത് നല്ല കടമെന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരികെ തരുന്നതാണ്. വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് വാടകയ്ക്കുള്ള വസ്തു, ഒരു ചെറിയ ബിസിനസ്, അല്ലെങ്കിൽ കാലക്രമേണ സ്വയം വരുമാനം തരുന്ന ഒരു നിക്ഷേപം. തെറ്റിതാണ് എല്ലാ കടങ്ങളെയും ഒരേ രീതിയിൽ കാണുന്നത്. സാമ്പത്തിക ബുദ്ധി ഇതിലാണ്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ പഠിക്കുക. കടം വാങ്ങിയ പണം തന്ത്രപരമായി ഉപയോഗിക്കുക. പണക്കാർ ഇതെല്ലാ സമയത്ത് ചെയ്യുന്നു. അവർ കടത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല, അവർ അതിനെ ഒരു സഖ്യകക്ഷിയാക്കി മാറ്റുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് ഇത് സംഭവിക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. തങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ തീരുമാനിച്ചവർ. ഫ്ലോറിഡയിൽ എൻ്റെ ഒരു സെമിനാറിൽ വന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, വർഷങ്ങളായി തൻ്റെ കുട്ടികൾ വീട് വിട്ടുപോയിന്ന്. അവർ ഒരു വലിയ വീട്ടിൽ തനിച്ചാണ് ചെലവുകൾ നടത്തിയിരുന്നെന്ന്. കടങ്ങളുടെ സമ്മർദ്ദം എപ്പോഴും ഉണ്ടായിരുന്നു. അവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ബാധ്യതകളെ ആസ്തികളാക്കി മാറ്റുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവർക്കൊരാശയം തോന്നി. അവർ ആ വീടിനെ 2ആയി വിഭജിച്ചു. 2 വ്യത്യസ്ത പ്രവേശന കവാടങ്ങളുണ്ടാക്കി. ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തു. അവർക്ക് കിട്ടാൻ തുടങ്ങിയ വാടക കൊണ്ട് വീടിൻ്റെ എല്ലാ ചെലവുകളും നടന്നുപോയി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി അവർ പണം ലാഭിക്കാൻ തുടങ്ങി. അവരുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. അവർ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു. എൻ്റെ പണവും സമാധാനത്തോടെ ഉറങ്ങുന്നു. അവർ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. കാരണം ഇത് കാണിക്കുന്നത് സ്വാതന്ത്ര്യം എന്നത് സമ്പത്തിൻ്റെ കാര്യമല്ല, മറിച്ചൊരു ശരിയായ വ്യവസ്ഥിതിയുടെ കാര്യമെന്നാണ്. അവർക്ക് കൂടുതൽ സമ്പാദിക്കേണ്ടി വന്നില്ല. അവർ കയ്യിലുള്ളത് ബുദ്ധിപരമായി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുക മാത്രമാണ് ചെയ്തത്. പണക്കാരനാകുന്നതും കടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അവരുടെ മാനസികാവസ്ഥയിലാണ്. ഇല്ലായ്മയുടെ മാനസികാവസ്ഥയുള്ളവർ ക്രെഡിറ്റിനെ ഒരു കെണിയായി കാണുന്നു.
സമൃദ്ധിയുടെ മാനസികാവസ്ഥയുള്ളവർ അതിനൊരു പാലമായിട്ട് കാണുന്നു. പരിമിതമായ ഒരു വർത്തമാനകാലത്തെ സാധ്യതകൾ നിറഞ്ഞൊരു ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ആസ്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും പണം ഒരു ഉപാധി മാത്രമാണെന്ന്. ലക്ഷ്യമല്ല. ഉപഭോഗത്തിനായി കടം ഉപയോഗിക്കുന്നവർക്ക് ബാങ്കുകളും ഒരു ശത്രുവായി മാറും. പക്ഷേ എന്തെങ്കിലും നിർമ്മിക്കുന്നവർക്ക് അതൊരു ശക്തനായ പങ്കാളിയാണ്. രഹസ്യം ഇതാണ്: ആസ്തിയിൽ നിന്നുള്ള നേട്ടം കടത്തിൻ്റെ ചെലവിനേക്കാൾ കൂടുതലായിരിക്കണം. ഇത് സിദ്ധാന്തത്തിൽ ലളിതമാണ്, പക്ഷേ ഇതിന് അച്ചടക്കം, ക്ഷമ, ഒരു നിക്ഷേപകൻ്റെ മാനസികാവസ്ഥ എന്നിവ വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ പണത്തെ ചലിക്കുന്ന ഊർജ്ജമായി കാണണം, അല്ലാതെ വെറുതെ കൂട്ടിവെക്കുന്നതോ ചിലവഴിക്കുന്നതോ ഒന്നായിട്ടല്ല. ഞാൻ ആദ്യമായി ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കിത് മനസ്സിലായി. സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം വരുന്നത് പണം വരുന്നത് കൊണ്ട് മാത്രമല്ല, മറിച്ച് നിയന്ത്രണത്തിലാണെന്നുള്ള അവബോധത്തിൽ നിന്നാണ്. ഇതെനിക്കെന്ന് തോന്നിയിരുന്ന ഭയത്തിന് വിപരീതമായിരുന്നു. ഞാൻ വെറുതെ ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു അത്. ഓരോ മാസവും ഒരു ചെറിയ വരുമാനം വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനെന്തോ വലുതാണ് നിർമ്മിക്കുന്നതെന്ന്. അതൊരു മരം നടുന്നത് പോലെയായിരുന്നു. കാലക്രമേണ അത് സ്വയം ഫലം തരാൻ തുടങ്ങും. എനിക്കറിയാവുന്ന ആ മൂല്യം എത്ര ചെറുതാണെങ്കിലും അത് വളരുന്ന ഒരു വ്യവസ്ഥിതിയുടെ തുടക്കമാണെന്ന്. അതായത് ക്യാഷ് ഫ്ലോയുടെ യഥാർത്ഥ ശക്തി. നിങ്ങൾ വലിയ തോതിൽ തുടങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തുടങ്ങേണ്ടത് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോ ആസ്തിയും നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ചെറിയ സൈന്യമാണ്. കടത്തെ വരുമാനമാക്കി മാറ്റുന്ന ആ മാനസികാവസ്ഥയാണ് ഓരോ സാധാരണ ജീവിതത്തെ ഒരു തന്ത്രപരമായ ജീവിതമാക്കി മാറ്റുന്നത്. ഇതിൽ ഓരോ ചെലവിനെയും നോക്കി ഈ ചോദ്യം ചോദിക്കുന്നത് അതിൽ ഉൾപ്പെടുന്നു: എൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ പണം എടുക്കുകയാണോ അതോ അതിലേക്ക് പണം ഇടുകയാണോ? ഈ ചോദ്യമാണ് ഇല്ലായ്മയുടെ മാനസികാവസ്ഥയെ സമൃദ്ധിയുടെ മാനസികാവസ്ഥയിൽ നിന്ന് വേർതിരിക്കുന്നത്. ഓരോ സാമ്പത്തിക തീരുമാനത്തിന് മുൻപും നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ പണം ഒരു പ്രശ്നമല്ലാതാകുന്നു. അതൊരു ഉപാധി ആയി മാറുന്നു. സ്വാതന്ത്ര്യം ജനിക്കുന്നത് ആ ഒരു നിമിഷത്തിലാണ്. നിങ്ങൾ വെറുതെ കടം വീട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തുമ്പോൾ, നിങ്ങളുടെ കടങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിക്കുമ്പോൾ, എൻ്റെ വാക്ക് വിശ്വസിക്കൂ, ഇത് സാധ്യമാണ്. കാരണം നിങ്ങളുടെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ വലിപ്പമല്ല, മറിച്ച് നിങ്ങളുടെ ഒഴുക്കിൻ്റെ ദിശയാണ്. അത് പുറത്തേക്കാണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ഉള്ളിലേക്കാണ് ഒഴുകുന്നതെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണ്. ഇങ്ങനെയാണ് ഞാൻ സാമ്പത്തിക അടിമത്തത്തിൻ്റെ ചക്രം തകർത്തത്. ഇങ്ങനെയാണ് ഞാൻ ലോകത്തെവിടെയുമുള്ള ആർക്കും കടത്തിൻ്റെ ഭാരത്തെ തങ്ങളുടെ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ നിലനിർത്താൻ ശക്തിയാക്കി മാറ്റാൻ പഠിപ്പിച്ചത്. ഞാൻ പണത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തനം തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാക്കി, മാറ്റം സംഭവിക്കുന്നത് സ്പ്രെഡ്ഷീറ്റുകളിലോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ മാത്രമല്ല, മറിച്ച് മനസ്സിനുള്ളിലാണ്. ഇതെല്ലാം ഒരു ലളിതമായ തീരുമാനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്: യാത്രക്കാരനാകുന്നത് നിർത്തുക. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക.